എല്ലാവരെയും ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് തോമസ് എന്നാണ്. വൈക്കമാണ് സ്വദേശം. നമ്മൾ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും നമ്മുടെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗ്രേഡിലുള്ള പ്രോഡക്ട്സുകളാണ് നമുക്ക് വേണ്ടി കമ്പനി അണിയിച്ചൊരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി വെച്ചാൽ നമ്മൾ കാണുന്ന ഈ ഗ്രൂപ്പ് മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യം കൂടി ഉൾപ്പെടുന്ന ഈ ലോകത്തിന് വേണ്ടിയും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളാണ് ഇതെല്ലാം തന്നെ. കാരണം ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നത് യാതൊരു കെമിക്കൽസും ഇല്ലാതെ, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തികച്ചും 100% ഹെർബലായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗ്രേഡിൽ നമുക്ക് വേണ്ടി കമ്പനി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്ട്സിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഈ പ്രോഡക്ട്സുകൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റുകൾ എന്നതിനേക്കാൾ ഉപരി ഇന്ത്യ ഗവൺമെന്റിന്റെ സൈറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് എന്ന് ഏറ്റവും ടോപ്പ് വെർഷൻ ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന ഗ്രേഡിലേക്ക്, അതായത് ഫുഡ് സപ്ലിമെന്റ്സ് ഫോർ മെഡിക്കൽ പർപ്പസ്, നമുക്ക് മെഡിസിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫുഡ് സപ്ലിമെന്റ്സ് എന്നുള്ള ഗ്രേഡാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പറയുന്നത് ആയുർ സൗണ്ടഡ് ഫ്ലോ എന്നൊരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകതകൾ, അത് നമ്മൾ ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ, നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം നമുക്ക് അസുഖത്തെ പ്രതിരോധിക്കാം, എങ്ങനെ നമുക്കത് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അസംഖ്യ രോഗങ്ങളാണ്. കാരണം ഒരു രോഗം കഴിയുമ്പോൾ അല്ലെ ഒന്നിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ നേരെ അടുത്ത് വരും. ഇപ്പൊ കൊറോണ വന്നു മാറിക്കഴിഞ്ഞപ്പോൾ അതിനെ പലതരത്തിലുള്ള പല കളറിലുള്ള ഫംഗസുകൾ വന്നു. ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ്, റെഡ് ഫംഗസ്, അങ്ങനെ പല വിധത്തിൽ വന്നായിരുന്നു. അതിൻ്റെ എല്ലാം ഉപോൽപ്പന്നങ്ങളായിട്ട് ഇപ്പൊ എംപോക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു അസുഖം കൂടി വരുന്നുണ്ട്. അങ്ങനെ നാൾക്കുനാൾ പുതിയ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കുക. അതായത് ഇന്ന് ഏത് അസുഖം വന്നു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റുക. അപ്പോൾ നമുക്കൊരു അസുഖത്തെക്കുറിച്ചും പേടിക്കേണ്ട ഒരവസ്ഥ വരികയാണ്. ഇതാണ് ഓക്സി വെൽനസ് ഉദ്ദേശിക്കുന്നത്. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യം, ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ആരോഗ്യം പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്നുള്ളൊരു മഹത്തായ ആശയം മുൻനിർത്തിക്കൊണ്ട് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വളരെ അനുഭവമായ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആയുർ സൗണ്ടഡ് ഫ്ലോ എന്നുള്ളത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ പരിചയമുള്ള വാക്കുകളാണല്ലോ തന്നെ. കറുവ, കരിഞ്ജീരകം, ഗാർലിക്, ഡേറ്റ്സ്, കുടംപുളി, ജിഞ്ചർ. ഈ ഉൽപ്പന്നങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ പൊടിച്ചു ചേർത്തിരിക്കുന്ന പ്രൊഡക്ട്സ് അല്ല നമ്മുടെ പ്രത്യേകതകൾ. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് അവതരിപ്പിക്കുന്ന പ്രൊഡക്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊഡക്ട്സിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വേർതിരിച്ചെടുത്തിട്ട്
അത് നമുക്ക് ഗുളിക രൂപത്തിലോ പൗഡർ രൂപത്തിലോ ആക്കി നമുക്ക് കിട്ടുന്ന രീതിയാണ്. ഇപ്പൊ കർവയിൽ നിന്ന് എടുക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സിനിമിക് ആസിഡ് ഉണ്ട്, സിനിമൽ ഡീഹൈഡിങ് ഉണ്ട്, കരിഞ്ചീരകമാണെങ്കിൽ തൈമോക്കിനാൻ എന്ന പ്രധാനപ്പെട്ടൊരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഗാർലിക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു 7ഓളം ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അലിസിൻ ഉണ്ട്, ഡയലിൽ സൾഫൈഡ് ഉണ്ട്, ഡയലിൽ ട്രൈസൾഫൈഡ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള. ഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഫിനോളിക് ആസിഡ് ഉണ്ട്, ഫ്ലൈനോയിഡ്സ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്. അതുപോലെ കുടംപുളിയിൽ നിന്നാണെങ്കിൽ ഹൈഡ്രോസിട്രിക് ആസിഡ് ഉണ്ട്, ജിഞ്ചർ എന്നാണെങ്കിൽ സിഞ്ചിബറിൻ ഉണ്ട്, ജിഞ്ചറോൾ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസ് വേർതിരിച്ചെടുത്തുകൊണ്ട് അപ്പൊ നമുക്കതിന്റെ ക്യൂറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ അത്രയും നല്ല പെനട്രേറ്റിംഗ് പവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നമുക്ക് കയറി നമുക്ക് അതിനെ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർ സൗണ്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. 10 ഗ്രാം പൗഡർ നമ്മൾ 2-3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ 1 സ്പൂൺ ഇട്ട് തിളപ്പിക്കുക. ഇത് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുക. ഇത്ര വളരെ സിമ്പിളാണല്ലോ. സാധാരണ അല്ലെ വേറെ മറ്റു കോമ്പിനേഷൻ മറ്റു കാര്യങ്ങളൊന്നും അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എവിടെ പോകുകയാണെങ്കിൽ ഒരു കുപ്പിക്കകത്ത് കൊണ്ടുപോകാം. കാരണം നമ്മൾ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കേണ്ടതാണ്. 3-3.5 ലിറ്റർ വെള്ളം വരെ നമ്മൾ മനുഷ്യർ കുടിക്കേണ്ടതാണ്. അപ്പൊ ആ കുടിവെള്ളം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതിങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4-5 ഗുണങ്ങൾ നമുക്ക് ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിലൂടെ അതിങ്ങനെ കുടിവെള്ളം നമ്മൾ ആ രീതിയിൽ നമ്മൾ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയറൻസ് ആകുന്നു. ഇന്ന് മനുഷ്യ സോറി ഒരു കോൾ വന്നതാണ്. ഇന്നും മനുഷ്യരാശിയിലെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ഹാർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ശരീരത്തിൽ എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു പമ്പിങ് സിസ്റ്റമാണ്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 98,000 കിലോമീറ്ററുകളോളം നീളത്തിൽ അടുക്കി വയ്ക്കാൻ പറ്റുന്ന ഞരമ്പുകളുടെ ഒരു സമുച്ചയമാണ് മനുഷ്യ ശരീരത്തിലൂടെയുള്ളത്. മനുഷ്യനെ ഈ ബ്ലഡ് ശരീരത്തിന് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിയുടെ തന്നെ ഏകദേശം 2 പ്രാവശ്യം ചുറ്റാൻ മാത്രമുള്ള നീളത്തിലുള്ള ഞരമ്പുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് ചുറ്റി 2 പ്രാവശ്യം ചുറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഇത്രയും ഞരമ്പുകളുടെ സിസ്റ്റം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടെങ്കിൽ ഈ എല്ലാ ഞരമ്പുകളിലൂടെയും കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പമ്പ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഇവിടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ടിന് അതിൻ്റെതായ എന്തെങ്കിലും വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ, അതിന്റെ ഫങ്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാതെ വരുമ്പോൾ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും വയ്ക്കുന്നുണ്ട് ഓക്സിജനും ന്യൂട്രിയൻസും എത്താതെ പോകും. അതുമൂലം നമുക്ക് വളരെയേറെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണമുണ്ട്. അപ്പൊ നമ്മുടെ ഹാർട്ട് എപ്പോഴും പവർഫുൾ ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, യാതൊരു അസുഖങ്ങളും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമുള്ള അവശ്യം വേണ്ട ഒരു ഘടകമാണ്. നമ്മുടെ ഹാർട്ട് എല്ലാവരുടെയും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധറാകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം മനുഷ്യർ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ മനുഷ്യന്റെ അവസാന നിമിഷം ശ്വാസം എടുക്കുന്നവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവയവമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്.
അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇതിന് അനുനിമിഷം ഇവനെ ബ്ലഡ് ക്ലിയറൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹാർട്ട്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഹൃദയത്തിന്റെ 4 അറകളുള്ളതിൽ ഒന്നാമത്തെ അറയിലേക്ക് വരുന്നു, അവിടുന്ന് രണ്ടാമത്തെ അറയിലേക്ക് പോയിട്ട് അവിടുന്ന് ശ്വാസകോശത്തിലേക്ക് പോകുന്നു. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ചുറ്റിക്കറങ്ങി അവിടെയുള്ള എല്ലാ വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് കംപ്ലീറ്റ് ന്യൂട്രിയൻസ് എല്ലാം അവിടെ കൊടുത്തിട്ട് അവിടെയുള്ള ഓരോ സെല്ലുകളിലുള്ള വേസ്റ്റുകളെല്ലാം അവൻ സ്വീകരിച്ചിട്ട് അവിടെയുള്ള ശരീരത്തിന് മറ്റുള്ള ഓരോ സെല്ലുകളിലുണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടി സ്വീകരിച്ചിട്ട് അങ്ങനെ അശുദ്ധമായ രക്തമാണ് നമ്മുടെ ഹാർട്ടിലേക്ക് വന്ന് ഒന്നാമത്തെ അറയിലേക്ക് വന്ന് കയറുന്നത്. ഈ ഒന്നാമത്തെ അറയിൽ നിന്ന് ഒരു വാൽവ് വഴി രണ്ടാമത്തെ അറയിലേക്ക് പോകുന്നു. അവിടെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ, അതായത് ഹാർട്ട് ഒന്ന് ചുരുങ്ങുമ്പോൾ ആ രണ്ടാമത്തെ അറയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു. ഈ രണ്ടാമത്തെ അറയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് നേരെ ലങ്സിലേക്കാണ്. ലങ്സിന് 2 ഭാഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലങ്സ് 2 ഭാഗമുണ്ടെന്നുള്ളത്, വലതുവശവും ഇടതുവശമായിട്ട്. ഈ 2 ശ്വാസകോശത്തിലേക്ക് ചെന്നിട്ട് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിച്ചിട്ട് മറ്റുള്ള നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസും കൂടി ആ ബ്ലഡ് സ്വീകരിച്ചിട്ട് ബ്ലഡ് കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വേസ്റ്റുകളെല്ലാം ഈ ശ്വാസകോശത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ നിശ്വാസവായുവിടെ ഇതെല്ലാം വെളിയിലേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അശുദ്ധമായിട്ട് വന്ന ആ രക്തം ശുദ്ധരക്തമായിട്ട് തിരിച്ച് വീണ്ടും ഹാർട്ടിന്റെ 3ാമത്തെ അറയിലേക്ക് കടക്കുവാണ്. ഈ 3ാമത്തെ അറയിലേക്ക് കടന്നിട്ട് അതിനെ അടുത്ത ഒരു വാൽവിലൂടെ സിസ്റ്റത്തിലൂടെ 4ാമത്തെ അറയിലേക്ക് കടക്കുന്നു. ഈ 4ാമത്തെ അറയിൽ നിന്ന് വീണ്ടും ഹാർട്ട് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത വീണ്ടും ഷ്രിങ്ക് ചെയ്യുമ്പോൾ നേരെ ധമനികളിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അവൻ ഒഴുകാൻ തുടങ്ങുന്നു. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ധമനികളാണ് ഈ കംപ്ലീറ്റ് ശുദ്ധരക്തം, അതായത് നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിലെ എല്ലാ ന്യൂട്രിയൻസും പിന്നെ നമ്മുടെ ശ്വാസകോശത്തിലുള്ള ഓക്സിജനും നിറഞ്ഞിട്ടുള്ള ശുദ്ധരക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ട് വീണ്ടും തിരിച്ച് ഈ ബ്ലഡ് തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് ഒഴുകണം. തിരിച്ച് ഹാർട്ടിലേക്ക് ഒഴുകണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡി ആ രീതിയിലുള്ള വ്യായാമങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മസിലുകളെല്ലാം പ്രവർത്തിക്കുന്നതിച്ച് ഈ ബ്ലഡ് വീണ്ടും തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഞരമ്പ് സിസ്റ്റമുണ്ട്, കാപ്പിലറീസ് എന്ന് പറയും. അതായത് നമ്മുടെ ധമനികള്, പ്രധാനപ്പെട്ട ധമനികളും സിരകളും ഒരു ചെറിയ കൈവിരലിന്റെ അടുത്തുള്ള മുഴുപ്പിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയ്ക്കും ചെറിയ സിരകളും ധമനികളും നമ്മുടെ ശരീരത്തിലുണ്ട്. ധമനികളുടെ ഭാഗമല്ല, അതിനെ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമുക്ക് ഓരോ സെല്ലുകളിലേക്കും ഈ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഈ പോകുന്ന ബ്ലഡിന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ ബ്ലഡിൽ എവിടെയെങ്കിലും അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോള് കാര്യങ്ങളെല്ലാം കൂടി വന്നിട്ട് ആ കൊളസ്ട്രോള് കാൽസ്യം കൂടി ചേർന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പ്ലേക്കായിട്ട് രൂപപ്പെടും. ഈ പ്ലേക്ക് നമ്മുടെ രക്തക്കുഴലുകളുടെ വശങ്ങളിലൊക്കെ പറ്റിപ്പിടിക്കും. വശങ്ങളിൽ പറ്റിപ്പിടിച്ചു കഴിയുമ്പോൾ എന്താ സമയം നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റം, ഇപ്പൊ ടാങ്കിൽ നിന്ന് വരുന്ന ഓവർഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ഈ പ്ലംബിംഗ് സിസ്റ്റത്തിൽ വരുന്ന പൈപ്പുകളുടെ എല്ലാം ഉള്ളിൽ ഈ അഴുക്ക് പിടിക്കും. അപ്പൊ അഴുക്ക് പിടിക്കുമ്പോൾ നമുക്ക് ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിന് ഫോഴ്സ് കുറയും. നമ്മൾ കുളിക്കാനായിട്ട് ബാത്റൂമിൽ നിന്ന് ഷവറൊക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫോഴ്സിൽ ചിലപ്പോൾ വെള്ളം കിട്ടാതെ വരും. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഈ പൈപ്പുകളിലെല്ലാം അകത്തുള്ള വ്യാസം കുറഞ്ഞു വരികയാണ്. ആ പൈപ്പിന്റെ ശരിയായ ഫോഴ്സിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പോകുന്നു. പല വീടുകളിലും ചിലപ്പോൾ ഇത് വളരെ അഴുക്കുകളൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ആ പ്ലംബിംഗ് സിസ്റ്റം തന്നെ മൊത്തം മാറ്റേണ്ടി വന്ന വീടുകളൊക്കെ ഉണ്ടത്. അപ്പൊ പലരും അത് അറിയാവുന്നത് കൊണ്ട് അതല്ലാതെ തന്നെ അഴുക്ക് പോകാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ചെയ്യും. അതിനുവേണ്ട കെമിക്കൽ കോമ്പിനേഷനൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതെല്ലാം ക്ലിയറിങ് ചെയ്യും. അതുകൊണ്ട് ഇതേ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ രക്തക്കുഴലുകളിലൂടെ ഇതുപോലെ അഴുക്കുകൾ വന്നിട്ട് ഈ അഴുക്കുകൾ വന്നിട്ട് അടിഞ്ഞ് അത് കൊളസ്ട്രോള് കാൽസ്യം കൂടി ചേർന്നിട്ട് പ്ലേക്കായിട്ട് രൂപപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിന്റെ ഓട്ടം ക്രമാനുഗതമായി കുറഞ്ഞു വരും. ഇത് തന്നെ പല രീതിയിൽ സംഭവിക്കും. ഇത്
കാരണം ഹാർട്ടിലേക്ക് രക്തം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ധമനികൾ ആർട്ടറീസ് എന്ന് പറയും. ആർട്ടറീസിൽ വരുന്ന ബ്ലോക്ക് കൊണ്ട് ഹാർട്ട് ഏത് നിമിഷവും 24 മണിക്കൂറും ബ്ലഡിൽ കുളിച്ചു കിടക്കുകയാണെങ്കിലും, അതായത് ഹാർട്ടിന്റെ ഓരോ അറകളിലും നിറച്ചും ബ്ലഡ് ആണെങ്കിൽ പോലും ഹാർട്ടിന് ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഹാർട്ടിന്റെ മസിലുകളിലേക്ക് ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആർട്ടറീസ് ഉണ്ട്. വേറെ ആർട്ടറീസ് വഴിയാണ് ഹാർട്ടിന്റെ മസിലുകൾക്ക് ബ്ലഡ് കൊടുക്കുന്നത്. കാരണം ഹാർട്ടിനും വേണം ഓക്സിജനും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാഹാരങ്ങളെല്ലാം ഹാർട്ടിനും വേണം. അപ്പൊ ഈ ഹാർട്ടിന് അതിൻ്റെതായ പവർ വേണമെന്നുണ്ടെങ്കിൽ ഹാർട്ടിലേക്ക് കൊടുക്കുന്ന ആർട്ടറീസ് ക്ലീൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഹാർട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ട ബ്ലഡ്, അതായത് മസിലുകളുടെ പവറുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം കിട്ടും. അപ്പോൾ ഈ ആർട്ടറീസിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ എന്ത് പറ്റും? ഹാർട്ടിന്റെ മസിലുകൾക്ക് അവിടെ ദോഷം സംഭവിക്കും. ഹാർട്ടിന്റെ മസിലുകൾക്ക് ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ഓരോ അറകളിലേക്കും ബ്ലഡ് എത്തിക്കുന്ന ധമനികൾക്ക് ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരും. ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ അവിടെയും കൃത്യമായിട്ടുള്ള പമ്പിങ് നടക്കാതെ വരും. അത് പമ്പ് ചെയ്താൽ പോലും കൃത്യമായിട്ട് അവിടെ ബ്ലഡ് എത്താതെ വരും. അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് പോകുന്ന ധമനികൾ, ഹാർട്ടിൽ നിന്ന് ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ഞരമ്പുകളോട് പറയുന്ന പേരാണ് ധമനികൾ എന്ന് പറയുന്നത്. ഈ ധമനികളിൽ എവിടെയെങ്കിലും ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പ്ലേക്ക് കൂടിയിട്ട് ഉള്ള ഒരു ബ്ലോക്കിന്റെ ഒരു രീതിയിലേക്ക്, അതായത് വ്യാസം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ അവിടെയും ഹാർട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്കവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റാതെ വരും. ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഭാഗം ചിലപ്പോൾ കൂടുതലായിട്ട് ബ്ലഡ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ ബ്രെയിൻ അവിടെ ഓർഡർ കൊടുക്കും, അങ്ങോട്ട് ബ്ലഡ് കൂടുതൽ പാസ് ചെയ്യാൻ പറയും. ഹാർട്ട് അതനുസരിച്ച് അവിടെ പമ്പിങ് കൂട്ടും. പക്ഷെ ഹാർട്ട് പമ്പിങ് കൂട്ടുമ്പോൾ അതനുസരിച്ച് ആ ധമനികളില് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതാണെങ്കിൽ മാത്രമേ ബ്രെയിൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബ്ലഡ് ആ ഭാഗത്തേക്ക് ഹാർട്ടിന് പമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ ബ്ലഡ് അവിടെ സമയത്ത് എത്താതെ വരും. അപ്പോഴും അവിടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകും. അപ്പോൾ ഹാർട്ട് കൂടുതലായിട്ട് പണിയെടുക്കേണ്ടി വരും. കൂടുതലായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിലും വളരെ ഫോഴ്സിലാണ് ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന അളവിൽ ബ്ലഡ് എത്താതെ പറ്റാതെ വരും. ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ BP ഉയർന്നു വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ. നമ്മുടെ അയർ സബ്ഡക്ട് ഫ്ലോ എന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലുണ്ടാകുന്ന ഹാർട്ടിന്റെ മസിലുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കൂടിയാണ്. രണ്ടാമത്തെ ധമനികളിലും സിരകളിലും വരുന്ന ഓരോ തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ശരിക്കും പറഞ്ഞ ഉത്തമമായ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ അയർ സബ്ഡക്ട് ഫ്ലോ എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് നമ്മൾ ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഹാർട്ടിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ മാത്രമല്ല, നമ്മുടെ ഇതുപോലെ ധമനികളിൽ സിരകളിലും അടിഞ്ഞുകൂടുന്ന അഴുക്കുകളെ അതിന് ബ്ലഡിലേക്ക് തന്നെ അലിയിപ്പിച്ചെടുത്തിട്ട് അത് യൂറിലൂടെ സ്റ്റൂളിലൂടെ ആയിട്ട് അത് വെളിയിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തെ മൊത്തം, നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റത്തെ മൊത്തം എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുഴഞ്ഞു വീണ് മരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അതായത് ഹാർട്ടിന് ഒരു ഇലക്ട്രിസിറ്റിയുടെ പവർ ആവശ്യമുണ്ട്. ഹാർട്ടിന്റെ പമ്പിങ് സിസ്റ്റം, നമ്മുടെ മോട്ടറിൽ വെള്ളം അടിക്കുമ്പോൾ നമ്മുടെ പമ്പിന് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന പോലെ നമ്മുടെ ഹാർട്ടിന്റെ മസിലുകൾക്കും ഇലക്ട്രിക്കൽ പവർ ആവശ്യമുണ്ട്. ഇതിന് കൊടുക്കുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു അവയവമാണ് SI നോഡ് എന്ന് പറയുന്നത്. ഈ SI നോഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി അതിന്റെ വയറിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ പേശികളുടെ ഇടയിലേക്ക് വന്നിട്ട് ഹാർട്ടിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വയറിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ നോർമൽ ബീറ്റ് എന്നുള്ളത് ചിലപ്പോൾ കൂടിപ്പോകാൻ, ചിലപ്പോൾ കുറഞ്ഞു പോകും. ഒരു ഹാർട്ടിന്റെ നോർമൽ ബീറ്റ് എന്നുള്ളത് പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ 70-72, ലേഡീസിനാണെങ്കിൽ ഒരു 78 to 82 വരെയാണ് നോർമൽ റേറ്റ് വരേണ്ടത്. ഇത് അവിടുന്ന് കൂടിയിട്ട് ഒരു 130-150 പോകാന്നുണ്ടെങ്കിൽ ഹാർട്ട് കണ്ടമാനം അങ്ങ് ബീറ്റ് ചെയ്ത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇതിന്റെ പൾസ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 60-ലേക്കായി 50-ലേക്കായി 40-ലേക്കായി അവിടെ നിന്നും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹാർട്ട് വെറുതെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ പമ്പിങ് ഒട്ടും നടക്കാതെ വരും. ഇതിന്റെ എല്ലാം പ്രധാന പ്രശ്നം വരുന്നത് നമ്മുടെ ഇലക്ട്രിഫിക്കേഷന്റെ കുഴപ്പമാണ്. നമ്മുടെ അയർ സബ്ഡക്ട് ഫ്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിഫിക്കേഷൻ സിസ്റ്റം മൊത്തം ക്ലിയർ ചെയ്യും.
ഇലക്ട്രിഫിക്കേഷൻ സിസ്റ്റം മൊത്തം ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ടിന്റെ ബീറ്റ് ആ റിതം എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു 70-72 അല്ലെങ്കിൽ 72-82 എന്നുള്ള ആ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ഹാർട്ടിന്റെ ഒരു താളക്രമത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഒരു വലിയൊരു ഗുണമാണത്. കാരണം ഇന്നിപ്പോ SI നോഡിനൊക്കെ അതിലെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പേസ് മേക്കറാണ് വെക്കുന്നത്. ഒരു പേസ് മേക്കർ സ്ഥാപിക്കുന്ന ലക്ഷങ്ങളാണ് വരുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ pH നോർമലൈസ് ചെയ്യും. ശരിക്കും നോർമൽ pH വേണ്ടത്, നമ്മുടെ ശരീരത്തിൽ വേണ്ട ബ്ലഡിന്റെ pH വേണ്ടത് 7.4 ആണ് വേണ്ടത്. ഈ 7.4 pH വേണ്ടടുത്ത് നമുക്ക് അത് കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയും യാതൊരു വൈറസ്, ബാക്ടീരിയസ്, ഫംഗസ് ഒന്നും നമ്മൾ ആക്രമിക്കുകയില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഓരോ ഫുഡിന്റെ ഒക്കെ പ്രത്യേകത കൊണ്ട്, അതിലുള്ള അസിഡിറ്റിയുടെ കൂടുതൽ കൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡിന്റെ pH പലപ്പോഴും കുറഞ്ഞു പോകും. ഈ കുറഞ്ഞു പോകുമ്പോൾ അത് കൂട്ടാൻ വേണ്ടി ശരീരം തന്നെ ഒരു പ്രിക്കോഷൻ എടുക്കും. ഒരു 7 താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് അത്യാവശ്യമായിട്ട് അവിടെ ഇരിക്കുന്ന പലയിടത്തും ഇരിക്കുന്ന കാൽസ്യം, അതായത് എല്ലുകളിലും പല്ലുകളിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യം ഉടനെ അലിയിച്ചെടുത്തിട്ട് നേരെ ബ്ലഡിലേക്ക് കൊടുത്തുകൊണ്ട് ബ്ലഡിന്റെ pH മാക്സിമം 7 നിർത്താൻ നോക്കും. അപ്പൊ നമ്മുടെ ബ്ലഡ് എപ്പോഴും 7.4 pH ഒരു പരിധി നമുക്ക് എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ആ ഒരു സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ pH എന്ന് പറയുന്നത് എപ്പോഴും 7.4 നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. സഫിഷ്യന്റ് pH നമുക്ക് എപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഹാർട്ടിന് മാത്രമല്ല, pH കുറഞ്ഞ ബ്ലഡ്, അതായത് അസിഡിറ്റി കൂടിയ ബ്ലഡ് രക്തക്കൊഴലുകളെ തന്നെ അവൻ വീക്കാക്കും. മാത്രമല്ല മറ്റുള്ള എല്ലാ ഓർഗൻസിനെയും അവൻ കംപ്ലൈന്റ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സൗണ്ട് ഫ്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ pH ലെവല് നമുക്ക് ആവശ്യമുള്ള 7.4 എപ്പോഴും എത്തിക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷനോട് ക്ലിയർ ആയി pH നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BP എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർമലൈസ് ആയിരിക്കും. ഒരിക്കലും ഹൈ BP ലോ BP എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരിക്കലും എത്തുകയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പോകുന്നത് തിരിച്ചതുപോലെയാണ് നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചു വരണം. അതായത് എല്ലാ ഭാഗത്തു നിന്നുള്ള അശുദ്ധ വസ്തുക്കളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഈ ബ്ലഡ് തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചു വരണം. പക്ഷെ തിരിച്ചു വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഹാർട്ടല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുമുള്ള മസിലുകളാണ്. അപ്പൊ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഏറ്റവും അകലെ പോകുന്ന ഓർഗൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കാലാണ്. കാലിലേക്ക് പോകുന്ന ബ്ലഡ് തിരിച്ചു വരാനാണ് ഹാർട്ടിലോട് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്. മാത്രമല്ല തിരിച്ചു വരണമെന്നുള്ള തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് ഈ ബ്ലഡ് മുകളിലേക്ക് ഒഴുകേണ്ടത്. ഭൂഗർഭ ബലത്തിനെതിരായിട്ടാണ് ഈ ബ്ലഡ് തിരിച്ചേക്ക് ഒഴുകേണ്ടത്. അപ്പൊ ഈ അവസരത്തിൽ നമ്മുടെ ബ്ലഡിൽ ഇതുപോലെ അഴുക്കുകളെല്ലാം കൂടി കുറഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് കൊളസ്ട്രോൾ വന്നിട്ട് പ്ലേക്ക് കൂടിയൊക്കെ അടിഞ്ഞു വരുന്ന, അതുപോലെ മറ്റുള്ള അഴുക്കുകളെല്ലാം കൂടി അടിഞ്ഞു വരുന്ന ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലഡിൽ കട്ടി കൂടുതലായിരിക്കും. അപ്പൊ pH കുറവാണ്, അസിഡിറ്റിയിലേക്ക് പോരുന്നൊരു ബ്ലഡും കൂടിയാണ്, അതിൽ കൂടുതൽ അഴുക്കുകളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് കാലിൽ നിന്നും തിരിച്ച് മുകളിലേക്ക് കയറി വരാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കാലിലുള്ള നമ്മുടെ മസിലുകള്, കാഫ് മസിലിന്റെ ബലം കുറയും. അസിഡിക് ആയിട്ടുള്ള ബ്ലഡ് ഓടുന്ന ശരീരത്തിലെ മിക്കവാറും മസിലുകളുടെ എല്ലാം പവർ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ അസിഡിക്കായി വരുന്ന ബ്ലഡ് ഓടിപ്പോയി കൊണ്ട് നമ്മുടെ മസിലുകളെല്ലാം വീക്കാവുമ്പോൾ കാഫ് മസിലിന്റെ പ്രവർത്തനം ക്ലിയർ ആകാത്തത് കൊണ്ട് നമ്മുടെ കാലിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ച് മുകളിലേക്ക് കയറി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ കാലിൽ തന്നെ ഈ ബ്ലഡുകളെല്ലാം അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യും. അതാണ് പ്രത്യേകത. അങ്ങനെ അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് അതിന് ചൊറിച്ചിലാകും, അത് തടിച്ചു വരും, പിന്നെ കളറുകൾ മാറും, പിന്നെ അവസാനം ഇത് പൊട്ടും. ഇതിന് വെരിക്കോസ് അൾസർ എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറാനായിട്ടും നമുക്ക് നമ്മുടെ സൗണ്ട് ഫ്ലോ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് അതിന് വളരെ രക്ഷപ്പെട്ട് നിൽക്കാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിനിന്റെ പവർ കൂടണമെന്നുണ്ട്. പൊതുവെ ഇന്ന് സ്ട്രോക്ക് വരുന്നതൊക്കെ വളരെ ഒരു സാധാരണ വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് പോകേണ്ട ബ്ലഡ് കൃത്യമായിട്ട് ചെല്ലാതെ വരുമ്പോൾ, കാരണം ബ്രെയിനിലേക്കൊക്കെ ഓരോ ബ്ലഡുകൾ പോകുമ്പോൾ നമ്മുടെ കാപ്പിലർ സിസ്റ്റത്തിന്റെ ഏറ്റവും കൂടുതലുള്ള സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ പോകുന്നത്.
അതായത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴലുകൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ ബ്രെയിൻ. അപ്പൊ ഏറ്റവും മൈന്യൂട്ടുള്ള ഈ രക്തക്കുഴലുകൾ പോകുന്നവിടെയെല്ലാം നമ്മുടെ ഈ പറഞ്ഞ പോലെ നേരത്തുള്ള അഴുക്കുകൾ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതെല്ലാം ഓരോ ത്രോംബോസിസ് ആയിട്ട്, അതായത് ചെറിയ ചെറിയ ഓരോ മുഴകൾ പോലെ വരുന്ന രീതിയിൽ ഓരോ കട്ട പോലെ വരുന്ന അവസ്ഥയിൽ വരുമ്പോൾ ഇത് ബ്രെയിനിലേക്കുള്ള വളരെ മൈന്യൂട്ടായിട്ട് പോകുന്ന ഈ രക്തക്കുഴലുകളെല്ലാം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവിടെ സ്റ്റോപ്പായി പോകും. അങ്ങനെ സ്റ്റോപ്പായി പോകുമ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്ലഡ് പുറകിൽ നിന്ന് തള്ളൽ വരുമ്പോൾ അത് ബലൂൺ പോലെ വീർത്ത് വന്നിട്ട് അതവിടെ പൊട്ടും. പൊട്ടിയിട്ട് ആ ബ്ലഡ് അവിടെ പരന്നു പോകും. ബ്ലഡ് പരന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഭാഗത്തുള്ള സെല്ലുകളെല്ലാം ഡെഡായി പോകാൻ സാധ്യത. മാത്രമല്ല നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ചിലപ്പോൾ കിട്ടാതെ വരുന്നതിനും നമുക്ക് ചിലപ്പോൾ ഒരു തലവേദന പോലെയൊക്കെ അവസ്ഥയൊക്കെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ വരുന്നത്. ഇത് നമ്മുടെ രക്തക്കുഴലുകൾ വരുന്ന ഇതുപോലെ തടസ്സങ്ങളാണ്. രക്തക്കുഴലിന്റെ വ്യാസം കുറഞ്ഞു പോകുമ്പോഴത്തേക്ക് ബ്ലഡിലേക്ക് വേണ്ട ബ്ലഡിന്റെ അളവ് നമുക്ക് ശരിയായ രീതിയിൽ ഹാർട്ടിനോട് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ബ്രെയിൻ അതിൻ്റെതായ ഒത്തിരി വിഷമങ്ങൾ സംഭവിക്കും. ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്ന അങ്ങനെയാണ്. സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുന്നവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് ത്രോംബോസിന്റെ ഉൽപാദനം ഒരിക്കലും ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അത് അലിയിച്ചിട്ട് അതിലുള്ള അഴുക്കുകളെല്ലാം നമ്മുടെ ബ്ലഡിലൂടെ വന്നിട്ട് അത് കിഡ്നിയിലൂടെ വന്നിട്ട് അത് ഫിൽട്ടർ ചെയ്ത് യൂറിലൂടെ പിന്നെ സ്റ്റൂളിലൂടെ അതുപോലെ വേർപ്പിലൂടെ ഒക്കെ വെളിയിലേക്ക് പോയി കംപ്ലീറ്റ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയുർ സൗണ്ട് ഫ്ലോ എന്ന്. ഇത് നമ്മൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ആയിട്ട് പരിചയമുള്ളവർക്കെല്ലാം തന്നെ ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വളരെയധികം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെ എടുക്കാൻ പറ്റും. ഇത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസിന് വേണ്ടി മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. പൊതുവെ ഇപ്പൊ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുന്നതോടൊപ്പം വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഹീമോപ്ലസ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ ഡയബറ്റീസ് പേഷ്യൻസിന് ഈ സൗണ്ട് ഫ്ലോ ആയുർ സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതോടൊപ്പം ഡേമിക്സും ലിവാപിൽസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് ആ രക്തക്കുഴലിന്റെ പവർ, അതായത് ഡയബറ്റീസ് വന്നിരിക്കുന്നവർക്കെല്ലാം വന്നിരിക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് രക്തക്കുഴലുകളുടെ എല്ലാം ആരോഗ്യം നശിച്ചു പോകുക എന്നുള്ളത്. കാരണം ഗ്ലൂക്കോസ് കൂടുതലായിട്ടുള്ള ഷുഗർ കൂടുതലായിട്ടുള്ള ബ്ലഡ് പാസ് ചെയ്ത് പോകുന്ന എല്ലാ രക്തക്കുഴലിന്റെയും ഇലാസ്റ്റിസിറ്റി കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ ആ പവർ കുറഞ്ഞിട്ട് അത് വീക്ക്നെസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാതെ വരുന്നതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും കാലിലൊക്കെ മരവിപ്പും കാര്യങ്ങൾ സെൻസേഷനൊക്കെ കിട്ടാതെ വരുന്നതിനൊക്കെ കാരണങ്ങൾ. അപ്പോൾ ഡീമിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ആയുർ സൗണ്ട് ഫ്ലോ കൂടി ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ക്ലിയർ ആയി വരുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങളും കൂടി അവർക്ക് ഡയബറ്റീസിന് വേഗം ക്യൂറായി വരാനുള്ളൊരു അവസരം കൂടി കിട്ടും. അതുപോലെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അനുഭവിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് യോക്കോവിക്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു സൗണ്ട് ഫ്ലോ കൂടി ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അവിടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം കിഡ്നിയിലേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ബ്ലഡ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻസ് എല്ലാം ക്ലിയർ ആയി ചെയ്യുന്നു. അപ്പൊ ആ ഒരു സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രക്തക്കുഴലുകളെല്ലാം നല്ല ക്ലിയർ ആകുന്നതുകൊണ്ട് ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള രക്തം ചെല്ലുമ്പോൾ കിഡ്നിയിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് എല്ലായിടത്തും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാ വേസ്റ്റുകളും വീണ്ടും സ്വീകരിച്ചുകൊണ്ട് അവിടെ എല്ലാം പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് തിരിച്ചത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലഡ് സഹായിക്കും. അതുപോലെ BP കൂടുതലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹീമോപ്ലസും ലിവാപ്ലസും കൂടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ വെരിക്കോസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഫ്ലോ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം ഹീമോപ്ലസ് കൂടി ഉപയോഗിക്കാൻ നല്ലതാണ്. മാത്രമല്ല അവർക്ക് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ലിവറിന്റെ ഫംഗ്ഷൻ പലപ്പോഴും അവർക്ക് ക്ലിയർ ആകാതെ വരുന്ന പ്രശ്നം ഉണ്ടാകും. ഗ്ലൂട്ടൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കായിരിക്കും. ഗ്ലൂട്ടന്റെ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഡൈജഷനിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ലിവാപിൽസ് കൂടി കഴിക്കാമെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിന് വളരെ നല്ലൊരു കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ ആസ്മ അലർജി ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് ഫ്ലോയോടൊപ്പം ഇമ്മ്യൂണോജനും കൂടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവിടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ മൊത്തം ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ബോഡിയിലേക്ക് എടുക്കുന്ന ഓക്സിജൻ നമുക്ക് ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ മാത്രമുള്ള ഒരു പവർ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇമ്മ്യൂണോജൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്മ അല്ലെങ്കിൽ അലർജി അതുപോലുള്ള നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു കോമ്പിനേഷനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സൗണ്ട് ഫ്ലോ കൂടി ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി ക്ലിയർ ആകുമ്പോഴത്തേക്ക് അതിന്റെ എഫക്റ്റ് വളരെയധികം കൂടി കിട്ടേണ്ടതാണ്.
അതുപോലെ സോറിയാസിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് നമുക്ക് സ്കിൻ ക്യൂറും നമ്മുടെ ഹീമോപ്ലസും കൊടുക്കുന്നതോടൊപ്പം തന്നെ സൗണ്ട് ഫ്ലോ കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം ക്യൂർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതുപോലെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പൊ ഫാറ്റി ലിവർ തന്നെ 1, 2, 3 ഗ്രേഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ഫൈബ്രോയിഡ്സിലേക്കാകും, ഫൈബ്രോയിഡ്സ് കഴിഞ്ഞ് ലിവർ സിറോസിലേക്ക്, അങ്ങനെ പല പല കോംപ്ലിക്കേറ്റഡ് കേസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ലിവാപിൽസും കുർക്കുമിനോടൊപ്പം നമ്മുടെ സൗണ്ട് ഫ്ലോ കൂടി ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ലിവറിന് ഒത്തിരി സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആഴ്സോഡ്. അതുപോലെ നമുക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ മാസ്റ്റർ ടി അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇട്യൂൺ നമ്മൾ കൊടുക്കുന്നു. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്യൂൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ടി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ന്യൂട്രിമെറ്റ് ഇമ്മ്യൂണോജനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതും ഈ സൗണ്ട് ഫ്ലോ കൂടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കും ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വേണ്ട ന്യൂട്രിയൻസ് എല്ലാ ഭാഗത്തേക്കും വളരെ ക്ലിയർ ആയിട്ട് ചെല്ലുവാനും രക്തക്കുഴലുകളുടെ എല്ലാം നല്ലൊരു ആരോഗ്യം അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് വേഗത്തിൽ അവരുടെ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്ന നല്ല പ്രൊഡക്റ്റാണ്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹയർ സൗണ്ട് ഫ്ലോ എന്ന്. ഈ പ്രത്യേകിച്ച് ഒരു അസുഖത്തിന് വേണ്ടി അല്ലാതെ തന്നെ നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഈ കാലത്ത് അറിയാവും, ഇന്നുള്ള എല്ലാ ചെറുപ്പക്കാരും, ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്ന ഒരു പയ്യനാണ്, ഒരു 41 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ബാത്റൂമിൽ പോയ സമയത്ത് അവിടെ തലകറങ്ങി വീണു. പുള്ളിക്ക് BP കൂടുതലായിരുന്നു, ഹാർട്ടിന്റെ പ്രശ്നം, ഇതുപോലെ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പറഞ്ഞു വീണെന്ന് മരിക്കുകയും ചെയ്തു. ഇനി ഇന്നലെ വൈക്കത്ത് തന്നെ ഒരു 41 വയസ്സുള്ള ഒരു യുവാവ് അറ്റാക്ക് മൂലം മരിച്ചു. അവരുടെ മോനെ എൻ്റെ വൈഫ് പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റിയത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ ക്ലാസ്സിൽ ചേരാത്ത ഒരു കുട്ടിയുമുള്ള 41 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പൊ ഇന്ന് നമുക്ക് സമൂഹത്തില് ഇന്നത്തെ ചെറുപ്പക്കാര് അകാല ചൗമാരമടയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ്. ഇപ്പൊ നമുക്ക് ഈ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം വളരെ നിസ്സാരമായ രീതിയിൽ നമുക്കൊരു കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. കാരണം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസിനുള്ള ചികിത്സകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ വളരെയധികം എക്സ്പെൻസീവ് ആണ്. ഇവനൊരു ആൻജിയോഗ്രാം ചെയ്ത് ഒരു ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നേരെ അതിൻ്റെതായ കാത്തലാബൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻജിയോഗ്രാം ചെയ്ത് പിന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് അത് സ്റ്റെൻറ്റൊക്കെ ഇട്ട് ബലൂൺ ചികിത്സ ചെയ്ത് സ്റ്റെൻറ്റ് ഇട്ട് അതിന്റെ ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി എടുത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയും ഒരു 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് ഇടയ്ക്കാം. ആ ബ്ലോക്ക് തന്നെ ഒരു 6-7 ബ്ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് കൊണ്ട് നിൽക്കാത്തതാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് വീണ്ടും ലക്ഷങ്ങൾ വീണ്ടും എണ്ണം കൂടിപ്പോകും. അതുപോലെ ഹാർട്ടിന്റെ റിതം ക്ലിയർ അല്ലാതെ വരുമ്പോഴത്തേക്ക്, അതായത് ഇലക്ട്രിഫിക്കേഷൻ ക്ലിയർ ആകാതെ വരുമ്പോൾ നമുക്ക് അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പേസ് മേക്കർ വെക്കുന്നത്, അതായത് SI നോട് നമ്മുടെ ക്ലിയർ ആകാതെ വരികയോ അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ ക്ലിയർ ആകാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് പേസ് മേക്കർ. പേസ് മേക്കർ വയ്ക്കുന്നതിന് ലക്ഷങ്ങളാണ് വരുന്നത്, ചെലവ് വരുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെയേറെ ലക്ഷങ്ങൾ ചെലവ് വരികയും ഒരു കുടുംബത്തിന്റെ തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനേക്കാൾ ഉപരി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. ഈ ഹയർ സൗണ്ട് ഫ്ലോ എന്നത് ഉപയോഗിക്കുന്ന ഒരു 10 ഗ്രാം എടുത്ത് നമ്മളൊരു 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കുടികളായിട്ട് ഉപയോഗിച്ചാൽ മതി, വളരെ ഈസിയാണ്. ഇനി ഈവൻ നമുക്ക് കൊളസ്ട്രോളിന്റെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാതിരുന്നാൽ മതി. ഇപ്പൊ ആസ്പിരിൻ പോലുള്ള ഗുളികളൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഗുളിക കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ സൗണ്ട് ഫ്ലോ കൂടെ ഉപയോഗിക്കാം. അപ്പൊ 1 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിക്കുക, അവർ കാണുന്ന ഡോക്ടറെ തന്നെ കാണിക്കുക. ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അവര് ഉപയോഗിക്കുന്ന മരുന്നിന്റെ അളവുകൾ കുറച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു 4-5 മാസം കൊണ്ട് അവർ ഉപയോഗിക്കുന്ന അലോപ്പതി മെഡിസിൻസ് പൂർണ്ണമായിട്ടും അവർക്ക് ഒഴിവാക്കിക്കൊണ്ട് ശരിയായ ഒരു ഹെൽത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാള് ഒരു 6 വർഷത്തിനുള്ളിൽ, ഒരു 6-7 വർഷത്തിനുള്ളിൽ മിക്കവാറും ബൈപ്പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. കാരണം ഇവർ കഴിക്കുന്ന അലോപ്പതി മരുന്നുകൾ കൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ ബ്ലോക്ക് ഒഴിവാക്കി വിടുന്നുണ്ടെങ്കിലും അതിന് കാരണമായ ആ പ്ലേക്ക് അവിടെ നിന്ന് മാറുന്നില്ല, അത് വേറെ ഒരു ഫോമിലേക്ക് വന്നിട്ട് അടുത്ത വേറൊരു അവസ്ഥയിലേക്ക് പോയി എത്തും, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റെന്റിന്റെ ഓരോ വയസ്സൊക്കെ അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്, 2 വശത്തും നിന്ന് പിടിക്കാൻ സാധ്യത. അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് ഇവർ കൊടുക്കുന്ന മരുന്നുകൾ, അതായത് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ, റിതം ക്ലിയർ ചെയ്യാനുള്ള മരുന്നുകൾ,
ഹാർട്ടിന്റെ ഹൃദയങ്ങൾ ഇത് ആയുഷ്കാലം മുഴുവൻ കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയുഷ്കാലം മുഴുവൻ മരുന്നുകൾ കഴിച്ചുകൊണ്ട് അതിന്റെ സൈഡ് എഫക്ട്സ് കൂടി അനുഭവിക്കാത്ത രീതിയിൽ ജനങ്ങൾക്ക് വളരെ ആരോഗ്യകരമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി അവർ ഇപ്പോഴേ തന്നെ ഈ ഹയർ സൗണ്ട് ഫ്ലോ എന്ന വളരെ ഉത്തമമായ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറയുക, അവരെ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കുക, അവരെ ശീലിപ്പിക്കുക. അങ്ങനെ എല്ലാവർക്കും ആരോഗ്യകരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ഓക്സി വെൽനസ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നമുക്കിവിടെ ക്ലോസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.